ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഡിസംബർ എന്ന് പറയുമ്പം ഒരു വർഷത്തിൻ്റെ അവസാനത്തെ സമയമാണ്. ആൻഡ് മിക്ക കാർ കമ്പനികളും ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ഓഫേഴ്സ് ഒക്കെ കൊടുക്കാറുള്ളതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ ഡിസംബർ മാസത്തിലെ ഏറ്റവും കൂടുതൽ ഓഫേഴ്സുള്ള അത്യാവശ്യം വലിയ സൈസുള്ള SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 10 വാഹനങ്ങളാണ് നോക്കുന്നതിൻ്റെ അകത്ത്. ഇനി ഇൻ കേസ് നിങ്ങൾ നോക്കുന്ന വണ്ടി ഏതായാലും ഇതിൻ്റെ അകത്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു ലിസ്റ്റും കൂടെ ആയിട്ട് അതിൻ്റെ വീഡിയോ കൂടെ ചെയ്യാം. ഏതായാലും ഇപ്പോൾ ഇവിടെ നമ്പർ 10th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഹ്യുണ്ടായി ടുസോൺ ആണ്. ഇത് പറഞ്ഞു വരുമ്പം CKD ആയിട്ട് ഇന്ത്യയിൽ വരുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല വാഹനമാണ് പ്രൈസ് പോയിൻ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ. കാരണം ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഡിസൈൻ ആണെങ്കിലും ഇപ്പം നല്ലതാണ്. ഇത് 3rd ജനറേഷൻ മാറി 4th ജനറേഷൻ വന്നപ്പോഴാണ് ഇത്രയും ഒരു നല്ല പ്രൈസ് പോയിൻറ്റും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടും നല്ലൊരു വാഹനമായത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് മാക്സിമം 80,000 വരെ ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. അതിൽ 60,000 ക്യാഷ് ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ആൻഡ് 25,000 വരെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഡീസൽ വരുന്നുണ്ട്. പെട്രോൾ ആണെങ്കിൽ എക്സ്ചേഞ്ച് 20,000 അടുത്താണ്. അങ്ങനെ ഏകദേശം 80,000 to 85,000 അടുത്ത് നമുക്ക് ഇതിനകത്ത് മാക്സിമം ഓഫേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഗംഭീര ഓഫർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് വാഹനം സെയിൽസിൻ്റെ കാര്യത്തിൽ അത്ര മോശമായിട്ടും നല്ല പെർഫോം ചെയ്യുന്ന. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ട ഫോർച്യൂണറാണ്. എല്ലാവരും ഭയങ്കര ഓവർ പ്രൈസ്ഡ് എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന ഒരു വാഹനമാണ്. പക്ഷേ ഓഫേഴ്സിൻ്റെ കാര്യത്തിലും അതുകൊണ്ട് തന്നെ, അതായത് അത്യാവശ്യം സെയിലുണ്ട്. ഒരു മാസം 3,000 മുകളിലേക്ക് ഇതിന് മിക്കവാറൊക്കെ സെയിൽ കിട്ടാറുണ്ട്. ഇത്രയും പ്രൈസുള്ളൊരു വാഹനത്തിന് 3,000 അടുത്ത് സെയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിനധികം ഓഫർ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ഡീലർഷിപ്പിൽ കൂടുതൽ ഇൻവെൻട്രിയിൽ വണ്ടി കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓഫർ ഇതിനൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും, ബാർഗിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അല്ലാത്ത പക്ഷം ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ നമുക്കിപ്പോൾ 90,000 വരെ മാക്സിമം ഓഫേഴ്സ് വരുന്നുള്ളൂ. അതിൽ തന്നെ 40,000 ആണ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. 50,000 ലോയൽറ്റി ബോണസ് ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു ടൊയോട്ടയുടെ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് ഇതെടുക്കുകയാണെങ്കിൽ അവർ ലോയൽറ്റി ബോണസ് കിട്ടും. അല്ലാത്ത പക്ഷം വേറെ ഏതെങ്കിലും ഒരു വണ്ടി കൊണ്ട് കൊടുത്ത് എന്തായാലും ലോയൽറ്റി ബോണസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ അതാണ് നമ്മുടെ ഫോർച്യൂണറിൻ്റെ സിറ്റുവേഷൻ. ഇതിന് കുറച്ചും കൂടെ ഓഫേഴ്സൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി അടുത്ത നോർത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ സ്കോർപിയോ ക്ലാസിക് ആണ്. ഇന്ത്യയിൽ ഈ ഒരു സൗത്ത് സൈഡിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ, ഞാനിവിടെ കേരളത്തിലുള്ള ഒറ്റ സ്കോർപിയോ ക്ലാസിക് പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും പക്ഷേ അത്യാവശ്യം നല്ല സെയിൽ വാഹനത്തിന് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ആൾക്കാർക്ക് സ്കോർപിയോ ക്ലാസിക് ആയിരിക്കും എന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം. എനിവേ നമുക്കിതിനകത്ത് മാക്സിമം ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത് 1.15 lakhs ആണ്. പക്ഷേ അതിന് പുറമെ 95,000 വരെയുള്ള ആക്സസറീസ് നിങ്ങൾ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ മഹീന്ദ്ര തരുന്നുണ്ട് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ എടുക്കണോ എന്നുള്ളതൊരു വളരെ വലിയ ചോദ്യമാണ്. അപ്പുറത്തെ സ്കോർപിയോ കിടപ്പുണ്ട്. കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടുതലായിട്ട് അതിൻ്റെ ഇപ്പോൾ മിഡിൽ വേരിയൻറ്റ് എടുക്കേണ്ടി വന്നാലും ഈ വണ്ടിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കൂടുതൽ പവർഫുൾ ആണ്, അതുപോലെ തന്നെ സേഫറാണ്, പിന്നെ സ്പേസ് കൂടുതലാണ്, എല്ലാം കൊണ്ടും നല്ല വണ്ടി തന്നെയാണ്. സോ ഇതെടുക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഏതായാലും ഇനി നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അത് MG ഹെക്ടർ ആണ്. ഇനീഷ്യലി MG ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറക്കിയ വണ്ടി ഹെക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഹെക്ടർ പ്ലസ് ഗ്ലോസ്റ്റർ അങ്ങനെ കുറേ വണ്ടികൾ വന്നു. ഇപ്പോൾ അവർ EVs ആണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. വിൻസർ EV ആണ് MGയുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് വാഹനം. അതുപോലെ ZCV, കോമറ്റ് EV ഒക്കെ അവർക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹെക്ടർ അത്ര വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഡിസ്കൗണ്ട് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. 2.2 lakhs വരെയാണ് മാക്സിമം നമുക്കിപ്പോൾ ഹെക്ടറിൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്. അതിൽ തന്നെ 7-seater ഡീസൽ സ്മാർട്ട് വേരിയൻ്റ് ആണ് 1.5 lakhs വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ടോട്ടൽ ഓവറോൾ ഡിസ്കൗണ്ട് ആണ് 2.2 lakhs വരുന്നത്. അതിപ്പം ഓരോ വേരിയൻ്റ് അനുസരിച്ച് ഡിഫറൻസ് വരും. നമുക്കിപ്പോൾ എല്ലാ വേരിയൻറ്റും കറക്റ്റ് സ്പ്ലിറ്റപ്പ് ആയിട്ടൊരു വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടിയുടെ തന്നെ 2-3 മിനിറ്റ് പറയേണ്ടി വരും. പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഇപ്പം നിങ്ങൾ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നോക്കി വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റൊക്കെ നമുക്ക് ഈ അടുത്ത് വന്നതായിരുന്നു. എനിവേ ഇനി അടുത്ത വാഹനം ജീപ്പിൻ്റെ കോമ്പസ് ആണ്. നമുക്കറിയാം ജീപ്പ് ഓർ ആക്ച്വലി സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പ് തന്നെ ഇന്ത്യയിൽ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജീപ്പ് മാത്രമല്ല നമ്മുടെ സിട്രോയിൻ പിന്നെ വണ്ടികൾ ഇഷ്ടം പോലെ ഇറക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനനുസരിച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ കോമ്പസിന് നമുക്കിപ്പോൾ ടോട്ടൽ ഓഫർ ഡിസംബറിൽ കിട്ടുന്നത് 2.5 lakhs വരെയാണ്. അത് മൊത്തം ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. പക്ഷേ 2023 മോഡൽ വണ്ടികൾക്കാണ് ഈ 2.5 lakhsൻ്റെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത്. അത് എങ്ങനെയാണ് ഇത്രയും 2024 കഴിയാനായി എന്നിട്ടും 2023 മോഡൽ വണ്ടികളൊക്കെ അവർക്ക് എങ്ങനെ ഇൻവെൻട്രിയിൽ കിടക്കുന്നു എന്നെനിക്കറിയില്ല. ഒരു വർഷത്തിന് മുകളിലായി. നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് എടുക്കണം. 2.5 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2023 മോഡൽ വണ്ടിയും ഇപ്പോഴത്തെ വണ്ടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും അതിൽ വന്നിട്ടില്ല. ഫീച്ചേഴ്സ് ആയാലും അതുപോലെ ലുക്കായാലും വണ്ടി എക്സാക്ട്ലി സെയിം ആണ്. അതുകൊണ്ട് എടുക്കുന്നതിൽ പ്രശ്നം പറയാനില്ല. പക്ഷേ എന്നാലും വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അടുത്ത വാഹനം ജീപ്പിന് തന്നെയാണ്. മെറിഡിയൻ ആണ് ഇവിടെ നിൽക്കുന്നത്. 2.3 lakhs വരെയാണ് നമുക്ക് ഇതിനകത്ത് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത്. എഗെയിൻ ഈ വാഹനത്തിലും 2023 മോഡൽ ഇയർ വാഹനങ്ങൾക്കാണ് മാക്സിമം ഡിസ്കൗണ്ട് പറയുന്നത്. 1.8 lakhs വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ഓവർലാൻഡ് എഡിഷൻ എന്ന് പറഞ്ഞൊരു വാഹനം അവർ കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ മെറിഡിയൻ എടുക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ നമുക്ക് 7-seater അത്ര യൂസബിൾ ഒന്നും അല്ല. സോ ബേസിക്കലി നിങ്ങൾക്ക് കോമ്പസ് കൊണ്ട് ഓക്കെ ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇത്രയും പ്രൈസ് കൊടുത്ത് മെറിഡിയൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 2.3 lakhs എന്ന് പറഞ്ഞ വാഹനത്തിന്
വാഹനത്തിൻ്റെ പ്രൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര വലിയ ഡിസ്കൗണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഡീസൻറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കോമ്പസിനെ സംബന്ധിച്ചിടത്തോളം 2.5 ലക്ഷം രൂപ അത്ര മോശമല്ല, നല്ല ഡിസ്കൗണ്ട് തന്നെയാണ്. ഇനി അടുത്ത വാഹനം നമ്മുടെ ഇന്നോവ ഹൈക്രോസിൻ്റെ റീബാസ്റ്റ് വേർഷനായ മാരുതി സുസുക്കി ഇൻവിക്ടോ ആണ്. ഈ വണ്ടിയുടെ കേസ് ആക്ച്വലി അത്യാവശ്യം കോമഡിയാണ്. കാരണം ഹൈക്രോസിന് ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്, പ്രൊഡക്ഷൻ കുറവാണ്, അതുകൊണ്ട് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കൂടുതലാണ്. പിന്നെ ഡിസ്കൗണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓടിക്കും. അതുകൊണ്ട് ഡിസ്കൗണ്ട് ഒന്നും ഹൈക്രോസിലില്ല. പക്ഷേ നേരെ മറിച്ച് ഇൻവിക്ടോയിൽ നമുക്ക് 2.65 lakhs വരെ ഇപ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആൾക്കാർ ഒറിജിനലാണ് ഇത്രയും പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇൻവിക്ടോ അധികം ആൾക്കാർ എടുക്കില്ല. പിന്നെ ഇൻവിക്ടോ എടുക്കുന്ന തന്നെ ഹൈക്രോസ് ബുക്ക് ചെയ്തിട്ട് കിട്ടാത്തവരായിരിക്കും മിക്കവാറും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാക്സിമം ഡിസ്കൗണ്ട് ഇപ്പോൾ ഇത്രയും പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഫൈനാൻസ് ചെയ്യാനാണെങ്കിൽ മാക്സിമം 1.5 lakhs വരെയുള്ള ഓഫർ വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ എക്സ്ചേഞ്ച് ബോൺസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുമ്പോൾ മാക്സിമം 2.65 lakhs വരെയുള്ള ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. കാരണം ഇൻവിക്ടോ എന്തായാലും അവരുടെ ഇൻവെൻട്രിയിൽ അത്യാവശ്യം കൂടുതൽ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അധികം ഡിമാൻഡ് ഇല്ലാത്ത വണ്ടിയാണിത്. ഇനി അടുത്ത വാഹനം ഫോക്സ്വാഗൺ ടിഗ്വാൻ ആണ്. ഇതിന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട്. 4 ലക്ഷം രൂപ വരെയുള്ള മാക്സിമം ഓഫറാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിൽ 2 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നത് 2023 ആയാലും 2024 മോഡൽ ഇയർ വണ്ടി ആയാലും എല്ലാത്തിനും സെയിം തന്നെയാണ്. ആൻഡ് മാക്സിമം 4 lakhs വരെയാണ് പറയുന്നത് എക്സ്ചേഞ്ച് ബോണസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ. ഈ വണ്ടി ഇപ്പം ഈ ഒരു പ്രൈസ് ഇത്രയും കുറഞ്ഞ് കിട്ടുന്നത് എടുക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ പുതിയ ജനറേഷൻ ടിഗ്വാൻ എന്തായാലും ഇന്ത്യയിൽ അടുത്ത വർഷം വരും. അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കുന്നതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എഞ്ചിൻ വൈസൊക്കെ എന്തായാലും സെയിം ആയിരിക്കും. പക്ഷേ ഒരു ജനറേഷൻ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്, ചെറിയ ഫേസ് ലിഫ്റ്റ് അല്ല. സോ ഇൻറ്റീരിയർ മൊത്തം മാറും, എക്സ്റ്റീരിയർ മൊത്തം മാറും. ഞാൻ വണ്ടി കാണാനും കുറച്ചും കൂടെ ഒരു ഇത്തിരി വലുപ്പം വയ്ക്കുകയും ഇത്തിരി പ്രീമിയം ഒക്കെ ആയിട്ടുണ്ട് പുതിയ ജനറേഷൻ ടിഗ്വാൻ. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ മനസ്സിലാവും എടുക്കുന്നത് വെയിറ്റ് ചെയ്യുന്നതാണോ അത് ഇതെടുക്കുന്നതാണോ നല്ലതെന്ന്. ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതും സ്കോഡയുടെ കോഡിയാക്ക് തന്നെയാണ്. ടിഗ്വാനും കോഡിയാക്ക് ഓൾമോസ്റ്റ് സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികളാണ്. പക്ഷേ ഇന്ത്യയിൽ നമുക്കിപ്പം കോഡിയാക്ക് 7 സീറ്ററും ടിഗ്വാൻ 5 സീറ്ററായിട്ട് കിട്ടുന്നു എന്ന് മാത്രം. പണ്ട് ടിഗ്വാനും ഉണ്ടായിരുന്നു ഓൾ സ്പേസ് എന്ന് പറയുന്ന 7 സീറ്റർ, പിന്നെ അവരത് നിർത്തി. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ടിഗ്വാൻ്റെ തന്നെ ടൈറോൺ എന്ന് പറഞ്ഞ വേർഷൻ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് 7 സീറ്റർ ആണ്. അത് പക്ഷേ ടിഗ്വാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. മിക്കവാറും ടിഗ്വാൻ്റെ മുകളിലൊരു 7 സീറ്റർ എന്നുള്ള രീതിയിലായിരിക്കാം. എന്തായാലും കോഡിയാക്കിന് ഇപ്പം മാക്സിമം 5.5 lakhs വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് 2023 മോഡൽ ഇയർ ആണെങ്കിൽ 5 lakhs വരെ ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ 2 ഇയേഴ്സിൻ്റെ മെയിൻ്റനൻസ് പാക്കേജും ആണ് സ്കോഡ ഓഫർ ചെയ്യുന്നത്. വളരെ നല്ല ഡിസ്കൗണ്ട് തന്നെയാണ് അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ പുതിയ ജനറേഷൻ മോഡൽ അടുത്ത വർഷം വരുന്നുണ്ട്. സോ നിങ്ങൾക്കിപ്പം ഈ വണ്ടി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ മാത്രം എടുത്താൽ മതി. ജനറേഷൻ അപ്ഡേറ്റ് വരുമ്പം എഗെയിൻ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നല്ല വ്യത്യാസമുണ്ട്, ഫീച്ചേഴ്സിലും ഡിഫറൻസ് വരും. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം MG ഗ്ലോസ്റ്റർ ആണ്. ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഡിസ്കൗണ്ടായ 6.5 lakhs ഓഫർ ചെയ്യുന്ന ഈ വാഹനമാണ്. 4.5 lakhs ക്യാഷ് ഡിസ്കൗണ്ടും 1 lakh എക്സ്ചേഞ്ച് ബോണസും അതുപോലെ തന്നെ അഡീഷണൽ 1 lakh ഡിസ്കൗണ്ട് 2023 മോഡൽ ഇയർ വണ്ടി എടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 6.5 lakhs എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഡിസ്കൗണ്ട് ആണ്. പ്രത്യേകിച്ച് ഈ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന ഫോർച്യൂണർ ജസ്റ്റ് 90,000 മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ എന്നാലും ഗ്ലോസ്റ്ററിന് അങ്ങനെ ഭയങ്കര വലിയ രീതിയിൽ സെയിൽസിൻ്റെ റെക്കോർഡ് ക്രാക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. 100 to 200 റേഞ്ചിലാണ് മിക്ക മാസവും സെയിൽസ് കിട്ടാറുള്ളത്. എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഫീച്ചേഴ്സ് വൈസ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ വണ്ടിയുടെയും ഒരു ഫേസ് ലിഫ്റ്റ് അവരിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ അടുത്ത് തന്നെ വരാനുള്ള ചാൻസും ഉണ്ട്. മിക്കവാറും അടുത്ത വർഷം സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിട്ട് വരും. അതുകൊണ്ട് അതും കൂടെ ഓർമ്മയിൽ വെച്ച് വേണം ഈ വണ്ടി ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുക്കാൻ. കാരണം ഇതിപ്പോൾ ഇറങ്ങിയതിന് ശേഷം അവർ പ്രത്യേകിച്ച് അങ്ങനെ വലിയ അപ്ഡേറ്റ് ഒന്നും ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അവർ വിൽക്കുന്നത്. ഇനി വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് നല്ല കാർ ആക്സസറീസോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാബിൽ കിടപ്പുണ്ട്. ഇപ്പം നല്ല മൈക്രോ ഫൈബർ ക്ലോത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഷിംഗ് ഷാമ്പു ആയിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതുപോലെ അഡീഷണൽ ആക്സസറീസും ഉണ്ട്. അത് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് കൊടുത്താലും മതി. ഏതായാലും ഗൈസ് ഇതാണ് ഈ മാസം വരുന്ന മാക്സിമം ഡിസ്കൗണ്ട് ഉള്ള SUVs. ഏതെങ്കിലും വണ്ടികൾ മിസ് ഔട്ട് ആയി പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് അതിൻ്റെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ലിസ്റ്റ് നോക്കാം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.